ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പേജ് നമ്പർ 30 ആണ്. 30-ൽ കുറച്ച് നമുക്ക് ഈ സെല്ലിൻ്റെ പറ്റി ഞാൻ പറയാനുണ്ട്. സെല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കാണുന്നതാണ് സെൽ മെംബ്രെയിൻസ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, പിന്നെ അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നതാണ് സൈറ്റോപ്ലാസം. ഈ പ്ലാസ്മ മെംബ്രെയിൻസ് ഉള്ളിലേക്ക് പാസ് ചെയ്യാൻ ആകെ ഉപയോഗിക്കുന്നത് വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് മാത്രമേ അവിടെ കടത്തി വിടുള്ളൂ. ബാക്കി സ്പെഷ്യൽ ആയിട്ടുള്ള അയൺ അതൊക്കെ പാസ് ചെയ്യുന്നത് സ്പെഷ്യൽ ചാനൽസ് ഉണ്ട് അല്ലെങ്കിൽ പോൾസ് ഉണ്ട് പ്ലാസ്മ മെംബ്രെയിൻസിൽ, അതുവഴിയാണ് കടത്തി വിടുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പേജ് 14-ൽ നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻസ്. ഒരു ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് സെമി പെർമബിൾ മെംബ്രെയിൻസ്. ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ്റെ പ്രസൻസിൽ നമുക്ക് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പഠിക്കാനുള്ളത്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.